നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടുമുടിയിലിരിക്കെ വോട്ടർമാരെ നേരിൽ കാണാൻ വേറിട്ട വഴികൾ തേടുകയാണ് ജനപ്രതിനിധികൾ. പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ ഇതിനായി തിരഞ്ഞെടുത്തത് സൈക്ലിംഗ് വിത്ത് ചാണ്ടിയുമ്മൻ എന്ന ന്യൂനതമായ പ്രചാരണ രീതിയാണ്. പരമ്പരാഗത വാഹന പ്രചാരണ ജാഥകളിൽ നിന്നും മാറി നടന്ന യുവാക്കളെയും കായിക പ്രേമികളെയും ഒരുപോലെ ആവേശത്തിലാക്കാനാണ് അദ്ദേഹം ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കോട്ടയം പാമ്പാടിയിൽ നിന്നാണ് ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിലുള്ള സൈക്കിൾ റാലി ആരംഭിച്ചത്. ഏറെ പ്രിയങ്കരനായ പുതുപ്പള്ളിയുടെ ജനകീയ MLA ശ്രീ ചാണ്ടിയുമ്മൻ, UDFന്റെ പുതുപ്പള്ളി നിയോജകമണ്ഡലം കൺവീനർ സ്പീക്കറായ ശ്രീ കുഞ്ചിമശ്ശേരി, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ JG പാലക്കലോടി, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വലിയ പങ്കാളിത്തമെന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട, ഇന്ന് പുതുപ്പള്ളിയിൽ തുടങ്ങി വയ്ക്കുന്ന ഈ പ്രചരണ രീതി അത് നാളെ കേരളം ഏറ്റെടുക്കും. ഈ രാജ്യത്ത് തന്നെ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരു ദിശ മാറുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തന പരിപാടിയാണ് പുതുപ്പള്ളിയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തില് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് പറയുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നിയോജക മണ്ഡലത്തില് ഒരു MLA എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കൊപ്പമുള്ള പ്രവർത്തനങ്ങളാണ്. ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വ്യത്യസ്തതയാർന്ന ഒട്ടേറെ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുകയും അത് വളരെ ആത്മാർത്ഥമായ രീതിയിൽ അർപ്പണ മനോഭാവത്തോടുകൂടി നടപ്പിലാക്കുകയും പുതുപ്പള്ളിയിൽ അതനുസരിച്ചുള്ള ഒരു പുതിയ ബന്ധാവ് വെട്ടിത്തുറക്കുകയും ചെയ്ത ഒരു ജനകീയ ജനപ്രതിനിധിയായിരുന്നു പ്രിയപ്പെട്ട ശ്രീ ചാണ്ടിയുമ്മൻ എന്നുള്ളത് നമുക്കറിയാം. ശ്രീ ഉമ്മൻചാണ്ടി സാറ് ഈ നിയോജക മണ്ഡലത്തിൽ കാണിച്ചു തന്ന വലിയൊരു മാതൃക, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം ജനങ്ങളോട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനങ്ങളെ അതേ ദിശയിൽ അദ്ദേഹത്തിന്റെ പുത്രൻ പുതുപ്പള്ളിയുടെ MLA കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ 3 വർഷത്തോളം കാലം ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായിട്ട് തുടക്കം കുറിച്ചതായി കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. UDF. ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഒരു വാക്ക് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട MLA ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജോഷി അടക്കമുള്ള നായകന്മാർ, പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ പ്രസംഗത്തിനില്ല. മഴ എപ്പോൾ വേണേൽ പെയ്യാം. നമുക്കിങ്ങനെ പുതുപ്പള്ളിയിൽ കഴിഞ്ഞ 3 പരിപാടികളുടെ ചരിത്രത്തിൽ മഴ ഇങ്ങനെ വരും മാറും. അത് നോട്ട് ചെയ്തിട്ടുള്ള കാര്യം. ഇപ്രാവശ്യം അവർ മഴ മാറി നിൽക്കുകയാണ്. ഏതായാലും ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ നമുക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന്, നമുക്കറിയാം പെട്രോൾ തീരുക. ഇന്ന് ഞാൻ എൻ്റെ വണ്ടി പെട്രോൾ അടിക്കാൻ പറ്റുമ്പോഴത്തേക്ക് പെട്രോൾ തീർന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു. ഒപ്പം നമുക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഇല്ല, റെസ്റ്റോറൻറ്റ്സ് ഇല്ല. അപ്പം നമുക്ക് ചെലവുകൾ ചുരുക്കേണ്ട ഒരു ആവശ്യം. ഒപ്പം വീട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയ്ത 48 വീടുകൾ, അതിനോടൊപ്പം ഇനി ചെയ്യാൻ പോകുന്ന 100-ലധികം വീടുകൾ. ഞാൻ ഇത് ചെന്നിൽപ്പെട്ടത് ഇത് മനഃപൂർവ്വം അല്ലെങ്കിലും അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു പ്രവർത്തനമായിട്ട് തോന്നിയതുകൊണ്ട് അത് തുടരാനുള്ള തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ട് 25 വീടുകൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ചെലവുകൾ കട്ട് ഷോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മുടെ പ്രചരണം ചുരുക്കുന്നത്. ഏതായാലും എല്ലാവരെയും കടന്നു വന്ന എല്ലാ സൈക്കിൾ സൈക്കിൾ യാത്രികളെയും സഞ്ചാരികളെയും സഹയാത്രികളെയും അഭിവാദ്യം ചെയ്യുക. നമുക്കിനിയും നടക്കേണ്ടതുണ്ട്. ഇത് തുടക്കം മാത്രമാണ്. സൈക്കിൾ ഇപ്പോഴാണ്, പിന്നെ നടത്തമാണ്. സൈക്കിളും നടത്തവും കൂടെ ചേർന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഏതായാലും പത്രക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ഏഷ്യാന്റെ ബുദ്ധിമുട്ടുണ്ട്, നടന്നോ ഞങ്ങൾ വരത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ജോഷിനെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഞങ്ങൾ സ്വാഗതം. ഒറ്റ ലൈനായിട്ടാണ് പോകേണ്ടത്. നമുക്കറിയാം വളരെ പതുക്കെ പോയാൽ മതി. നമുക്ക് വളരെ തിരക്കുള്ള ഒരു റോഡിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് റൂട്ട് ഇവിടുന്ന് ആലാമ്പള്ളിയിൽ നിന്ന് ഇലക്കൊടിഞ്ഞിൽ നിന്ന് വീരടം വഴി വെട്ടത്തുകവല പുതുപ്പള്ളി. അപ്പോൾ എല്ലാവരും വളരെ ആത്മനിയന്ത്രണം പാലിച്ച് വളരെ സ്ലോയിൽ പോയാൽ മതി. കാരണം നമുക്കൊരു അപകടവും വേണ്ട. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. അത് സൈക്കിളാണെങ്കിലും നമുക്ക് ഒത്തിരി യാത്ര, ബസ്സും കാറും ഒക്കെ പോകുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് വളരെ
സ്ലോയിൽ പോയാൽ മതി. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ജോഷാനെ ഈ ഒരു കർമ്മം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ക്ഷണിക്കുന്നു. സൈക്കിൾ റാലി ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ശ്രീ ചാണ്ടിയുമ്മൻ നയിക്കുന്ന സൈക്കിൾ റാലിയാണ് ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ ഈ വീതിയിലൂടെ കടന്നു വരുന്നത്. നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മുടെ കൊച്ചനുജൻ ശ്രീ ചാണ്ടിയുമ്മൻ ഈ നാടിന്റെ വികസനത്തിനായി ഞങ്ങൾ ഓരോരുത്തരും കൈകോർക്കണമേ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജൻ ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാടിനെ വികസനത്തിന്റെ പരിസ്ഥിതി സൗഹൃദമായ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇറങ്ങിച്ചെല്ലാനും ഈ രീതി സഹായിക്കുന്നു. വോട്ടർമാർക്കിടയിൽ ഒരു യൂത്ത് ഐക്കൺ എന്ന നിലയിലുള്ള തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ചാണ്ടിയുമ്മൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. പുതുപ്പള്ളിയുടെ വികസന കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം തന്നെ ഇത്തരം ക്രിയാത്മകമായ ഇടപെടലുകൾ സോഷ്യൽ മീഡിയയിലും തരംഗമായി മാറിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുമ്പോൾ ചാണ്ടിയുമ്മന്റെ ഈ സൈക്കിൾ സവാരി വോട്ടർമാരുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.